ആഗസ്റ്റ് 19 വിശുദ്ധ ജോൺ യൂട്സ്. ജനനം 1601, മരണം 1680. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും ഭക്തിയുടെ പ്രചാരകനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമായ ജോൺ യൂട്സ് നോർമണ്ടിയിൽ റീ എന്ന പ്രദേശത്ത് 1601 നവംബർ 14 ഒരു കർഷകന്റെ മകനായിട്ടാണ് ജനിച്ചത്. ബാലനായ ജോണിന്റെ സ്നേഹവും ക്ഷമയും ദൈവഭക്തിയും അന്യാദൃശ്യമായിരുന്നു. 14 വയസ്സിൽ ബാലൻ കെയ്നിലുള്ള ഈശോ സഭക്കാരുടെ കോളേജിൽ പഠിച്ചു. മാതാപിതാക്കന്മാർ ജോണിന് വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവൻ ഡെബറൂൾ സ്ഥാപിച്ച ഓററ്ററിയിൽ ചേർന്നു. 1625 ഡിസംബർ 20 പൗരോഹിത്യാഭിഷേകം സ്വീകരിച്ചു. 1631 പ്ലേഗിൽ ഫാദർ ജോൺ ത്യാഗപൂർവം രോഗികളെ ശുശ്രൂഷിക്കുകയുണ്ടായി. 1632 മുതൽ ഇടവകകളിൽ ധ്യാന പ്രസംഗങ്ങൾ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി. നിത്യസത്യങ്ങളെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ഇദ്ദേഹമാണ് ഫ്രാൻസിൽ ആരംഭിച്ചത്. അവ വമ്പിച്ച വിജയമായിരുന്നു. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാരി ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടു. സെമിനാരികൾ സ്ഥാപിക്കുവാൻ വേണ്ട സ്വാതന്ത്ര്യം ഓററ്ററിയിൽ ലഭിക്കാഞ്ഞതിനാൽ ഫാദർ ജോൺ ഓററ്ററിയിൽ നിന്ന് പോന്നു. ഈശോയുടെയും മറിയത്തിൻ്റെയും സഭ എന്ന പേരിൽ ഒരു പുതിയ സഭ ആരംഭിച്ചു. സെമിനാരികൾ സ്ഥാപിച്ചു വൈദിക ജീവിത നവീകരണം സാധിക്കുകയായിരുന്നു പുതിയ സഭയുടെ ലക്ഷ്യം. നോർമണ്ടിയിൽ കുറെ സെമിനാരികൾ സ്ഥാപിച്ചു. എന്നാൽ പലരുടെയും എതിർപ്പു നിമിത്തം തിരുസിംഹാസനത്തിന്റെ അംഗീകാരം ലഭിച്ചില്ല. ഇടവക ധ്യാനങ്ങളുടെ ഇടയ്ക്ക് 90 വേശ്യകളുടെ ശോചനീയമായ ജീവിതസ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി. 1636 അഗതികളായ സ്ത്രീകൾക്ക് ജോൺ യൂട്സ് ഒരു അഭയകേന്ദ്രം ആരംഭിച്ചു. ആദ്യം ചില ഭക്തസ്ത്രീകൾ ഇത് നടത്തി. പിന്നീട് വിസിറ്റേഷൻ സഭാ സഹോദരിമാരെ കൊണ്ട് നടത്തിച്ചു. അതും തൃപ്തികരമല്ലെന്ന് കണ്ട് അഭയമാതാവിന്റെ സഹോദരികളുടെ സഭ അദ്ദേഹം ആരംഭിച്ചു. അതിൽ നിന്നാണ് ഗുഡ് ഷെപ്പേർഡ് സഹോദരിമാർ ഉണ്ടായത്. ഈ സഭയ്ക്കെതിരായി ജാൻസനിസ്റ്റ് അബദ്ധ സിദ്ധാന്തക്കാർ പ്രചരിപ്പിച്ച കിംവദന്തികൾ നിമിത്തം ഫാദർ യൂട്സിന്റെ കുമ്പസാരാനുവാദവും പ്രസംഗാനുവാദവും കുറെ നാളത്തേക്ക് പിൻവലിച്ചു. എങ്കിലും 1666 ഈ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. അതിനിടയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ വിസ്മയാവഹമായ ഹൃദയം എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതി. ഈശോയുടെയും മറിയത്തിൻ്റെയും സ്നേഹമുള്ള ഹൃദയമേ, പരിശുദ്ധ ഹൃദയമേ എന്ന അപേക്ഷകൾ അദ്ദേഹം ആരംഭിച്ചതാണ്. മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ 1648 മുതലും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ 1672 മുതലും അദ്ദേഹം കൊണ്ടാടിത്തുടങ്ങി. 1675 വിശുദ്ധ മാർഗരറ്റ് അലക്കോക്കിന്റെ ദർശനങ്ങളും വെളിപാടുകളും എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും. യൂട്സിന്റെ ജീവിതം സഹനപൂർണമായിരുന്നു. എന്നാൽ ദൈവസ്നേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സദാ ഇരിഞ്ഞുകൊണ്ടിരുന്നു. 79 വയസ്സിൽ 1680 ആഗസ്റ്റ് 19 യൂട്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1925 മെയ് 31 പിയൂസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. വിചിന്തനം: ഈശോയെ നമ്മിൽ രൂപവൽക്കരിക്കുകയും അവിടുത്തെ ചൈതന്യവും ഭക്തിയും സ്നേഹവും അനുഗ്രഹങ്ങളും മനോഭാവവും നമ്മളിൽ ജനിപ്പിക്കുകയുമായിരിക്കണം നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും പ്രധാന കൃത്യവും. നമ്മുടെ എല്ലാ ആധ്യാത്മികാഭ്യാസങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടണം. അനസ്യൂതമായി ചെയ്യാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജോലിയാണിത്. വിശുദ്ധ ജോൺ യൂട്സ്.